കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് ഏറ്റുമാനൂരിലെ ട്രെയിൻ ആക്സിഡൻറ്റ്. ഷൈനിയും രണ്ട് പെൺകുട്ടികളും മരിച്ച് അവരുടെ രണ്ട് പെൺകുട്ടികളും ആത്മഹത്യ ചെയ്ത ആ ഒരു വിഷയം ഒരുപാട് ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്. അവരെ പറ്റിയും അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും അവരനുഭവിച്ച വേദനകളെ പറ്റിയൊക്കെ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. പല മാധ്യമങ്ങളും അതിനെപ്പറ്റി തുടരെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ആ വിഷയത്തിൽ അവരുടെ ഭർത്താവിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി എന്നുള്ള രീതിക്കൊരു അപ്ഡേഷൻ വരുന്നുണ്ട്. അപ്പം ആ വിഷയത്തെ പറ്റി എന്തായാലും ഏകദേശം അറിയാലോ. അപ്പം എന്താണ് അതേപറ്റി അറിയാനുള്ളത്? ഇപ്പോൾ ഷൈനി എന്ന് പറയുന്ന ഒരു 42 വയസ്സുകാരിയും പിന്നെ അവരുടെ 2 മക്കൾ അലീനയും ഇവാനയും, പിന്നെ അവർക്ക് ഒരു മകനും കൂടെ ഉണ്ട്. ആൾ പുറത്താണ് പഠിക്കുന്നത്, 9ാം ക്ലാസ്സിലാണ് ആൾ പഠിക്കുന്നത്. അപ്പോൾ ഇവരെ 3 പേരുമാണെങ്കിൽ അവർക്ക് അനുഭവിക്കേണ്ടി വന്നത് ആ ഭർത്താവിൽ നിന്നും ക്രൂരമായിട്ടുള്ള ഒരു മാനസികമായിട്ടുള്ള പീഡനങ്ങളും ശാരീരികമായിട്ടുള്ള പീഡനങ്ങളും എല്ലാം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നീട് അവർ വിവാഹ മോചനത്തിനുള്ള ഒരു ഘട്ടത്തിൽ നിൽക്കുകയായിരുന്നു. ആ ഒരു സമയത്ത് ഈ ഷൈനിയെ മാനസികമായി തളർത്തുന്ന പല കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, അവർക്ക് സ്റ്റേബിളായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ജോബില്ല എന്നത് പറയുന്നത് ഒരു സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം അവരെ അലട്ടുന്നുണ്ടായിരുന്നു. വിവാഹ മോചനത്തിൻ്റെ കാര്യം അലട്ടുന്നുണ്ടായിരുന്നു. അവസാനം ഒരു തരത്തിലും അവർക്ക് രക്ഷപ്പെടാനുള്ളൊരു മാർഗമില്ല എന്ന് തോന്നുന്ന ആ ഒരു അവസരത്തിലായിരുന്നു അവരിങ്ങനെ ഒരു ട്രെയിനിൽ പാഞ്ഞു വന്ന ട്രെയിനിന് മുന്നിലേക്ക് എടുത്തു ചാടി ചിന്നിച്ചിതറിയ അത്തരത്തിലാണ് ജഡം കിട്ടുന്നത്. നമുക്ക് ആ ഒരു കേസ് നമ്മൾ എടുക്കുമ്പോൾ ഭയങ്കര വേദനാജനകമായിട്ടായിരുന്നു അതെല്ലാം പോർട്രേ ചെയ്തിട്ടുള്ളത് എല്ലാവരും. കാരണം തുടക്കത്തിൽ ഇവർ 3 പേരും ആരാണെന്നൊന്നും തിരിച്ചറിയാനൊന്നും സാധിച്ചിരുന്നില്ല. ഇവരുടെ ചെരുപ്പുകൾ കണ്ടിട്ടും പിന്നെ വസ്ത്രങ്ങൾ കണ്ടിട്ടുമാണ് ആദ്യം തുടക്കത്തിൽ മനസ്സിലായത് ഇതൊരു 3 സ്ത്രീകളാണെന്ന്. പിന്നീട് CCTV കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണത്തിലാണ് ഇവരാണ്, അല്ലെങ്കിൽ സമീപവാസികളും എല്ലാവരും പറയുകയായിരുന്നു ഇവരാണ് അലീനയും ഇവാനിയും പിന്നീട് ഈ ഷൈനി എന്ന് പറയുന്ന അവരുമാണ് എന്ന്. അപ്പം ആ ഒരു അവസ്ഥ, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകാനുള്ള കാരണം നോബി എന്ന് പറയുന്ന ഭർത്താവ് തന്നെ ആയിരുന്നു. അങ്ങനെ ഒരു അവസ്ഥയിലോട്ട് പോകാൻ ഒരുപാട് കാര്യങ്ങൾ ഇവരുടെ ഇതിന്റെ പിന്നിലുണ്ടായിരുന്നു. കാര്യം BSc നഴ്സിംഗ് കഴിഞ്ഞൊരു ആളായിരുന്നു ഷൈനി. അപ്പോൾ ഷൈനിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏതൊരു പെൺമക്കളെ സംബന്ധിച്ചും കല്യാണം കഴിച്ച് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഫാമിലിക്ക് എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. എന്നാലും ഷൈനിയുടെ വീട്ടിൽ തന്നെയാണെങ്കിൽ ഇപ്പോൾ അത്രത്തോളം നല്ലൊരു രീതിക്കുള്ള ഒരു പ്രതികരണങ്ങളൊന്നും ആയിരുന്നില്ല, ഒരു സപ്പോർട്ടൊന്നും ആയിരുന്നില്ല എന്നുള്ള രീതിക്കാണ് വിവരങ്ങൾ വരുന്നത്. കാര്യം ഭർത്താവിൽ നിന്ന് അകന്ന് നിൽക്കേണ്ടി വന്നു. ഭർത്താവാണെങ്കിൽ ഷിപ്പിലോ മറ്റു ജോലി ചെയ്യുന്ന ഒരാളാണ്. 3 മാസങ്ങൾ കൂടുമ്പോൾ വീട്ടിൽ വരുന്നു. ആ വീട്ടിൽ വരുന്ന ആ ഒരു സമയത്തെന്ന് പറഞ്ഞാൽ 1 മാസത്തോളമൊക്കെ വീട്ടിൽ കാണും. അപ്പോൾ ആ സമയത്തെന്ന് പറഞ്ഞാൽ കഠിനമായിട്ട് ഉപദ്രവിക്കും, മാനസികമായിട്ട് സമ്മർദ്ദവും കൊടുക്കും, ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് സഹിക്കാൻ വയ്യാതെ ഒരുപാടൊക്കെ ശ്രമിച്ചിട്ടുണ്ടാകും. കാര്യം 3 മക്കളുണ്ട്. ആ 3 മക്കളുമായിട്ടുള്ളൊരു ഒരുപാട് പൊരുതിയിട്ടുണ്ട് ഷൈനി. ഒരു പെണ്ണിന് താങ്ങാൻ പറ്റുന്ന അങ്ങേ അറ്റം വരെയും പോയിട്ട് ഒരു രക്ഷയില്ല എന്ന് തോന്നിയപ്പോഴാണ് ഇനി ഒരു മാർഗമില്ല, ജീവിതം അവസാനിപ്പിക്കുക എന്നുള്ള ഒരു രീതിയിലേക്ക് പോയത്. അപ്പം പിന്നെ അതുപോലെ തന്നെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ അവസാന നിമിഷങ്ങളിൽ പോലും ഷൈനി ഒരുപാട് പേരുടെ സഹായങ്ങൾ അന്വേഷിച്ചിരുന്നു. തീർച്ചയായിട്ടും അങ്ങനെ ഒരുപാട് വാതിലുകൾ മുട്ടിയതിനു ശേഷവും ഒന്നും തുറക്കപ്പെടാത്തൊരവസ്ഥ. തുറക്കപ്പെടാതിരിക്കാനും മറ്റു പലരും കാരണക്കാരായിട്ടുണ്ട്. അതായത് ഈ ഷൈനിയുടെ ഭർത്താവിൻ്റെ അനിയൻ, ഒരു പുരോഹിതൻ, അയാളുടെ പേരെന്തായിരുന്നു? ബോബി. ഓക്കെ, ആ ആളാണ് ഇതിന് കാരണക്കാരൻ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പല സാഹചര്യങ്ങളിലൂടെയും ഒട്ടും സ്ട്രഗിൾ ചെയ്ത് നിൽക്കാൻ കഴിയില്ല എന്ന് തോന്നിയൊരു അവസരത്തിലായിരുന്നു ഇങ്ങനൊരു സൂയിസൈഡ് ചെയ്തത്. അവസാന നിമിഷങ്ങളിൽ ഷൈനിയുടെ ഈ പ്രിയപ്പെട്ട ഒരു സുഹൃത്തിനോട് ഒരു അഭയം ചോദിക്കുന്ന രീതിക്ക് ഒരു വോയിസ് മെസ്സേജ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും, വാട്സപ്പിലൊക്കെ അല്ലെങ്കിൽ മീഡിയകളെല്ലാം അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരിക്കാം, അത് കേട്ടിട്ടുണ്ടായിരിക്കും. അതിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ നമുക്കൊരു എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ, എനിക്ക് 1 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് എടുത്തിട്ട് പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട്. പുറത്തോട്ട് പോകണമെങ്കിൽ തന്നെ ഇതിന് മുമ്പും ഷൈനി ശ്രമിച്ചിരുന്നു. അപ്പം ആ ശ്രമത്തിലൊക്കെ ആൾക്കാർ പറഞ്ഞ എക്സ്പീരിയൻസ് ഇല്ല എന്നുള്ളൊരു പ്രശ്നമായിരുന്നു അതിനകത്തൊക്കെ പ്രധാനമായിട്ടും എടുത്തിട്ടത്. അപ്പോൾ കാരിത്താസ് ഹോസ്പിറ്റലിൽ ഒരു എക്സ്പീരിയൻസ്, അവിടെ ചെന്ന് ഒരു എക്സ്പീരിയൻസ് എടുത്തിട്ട് ആ സർട്ടിഫിക്കറ്റ് വെച്ച് പുറത്തോട്ട് പോകുന്ന കാര്യങ്ങൾ വളരെ എളുപ്പമായിരിക്കും, ആ രീതിക്ക് നോക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അവിടെയും ഏതാണ്ട് 12 ആശുപത്രികളിലും 12ഓളം ആശുപത്രികളിൽ ചെന്നിട്ട് എല്ലായിടത്തും ഒരേ രീതിക്കായിരുന്നു അഭിപ്രായങ്ങൾ. എന്ന് വെച്ചാൽ ഒരു ഇൻ്റർവ്യൂസ് ഒക്കെ കഴിഞ്ഞു എല്ലാം സെറ്റായി ആശുപത്രിയിൽ ജോലിക്ക് പ്രവേശിച്ചോളൂ എന്നുള്ള രീതിക്ക് പറഞ്ഞതിന് ശേഷം പിന്നെ ആശുപത്രിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്ത് ജോലിയില്ല, എന്തെങ്കിലും തടസ്സങ്ങൾ, എന്തെങ്കിലുമൊക്കെ ഒരു കാരണങ്ങൾ കൊണ്ട് അതങ്ങ് ഒഴിവായിപ്പോൾ. എന്തിന് മാനസിക രോഗം വരെ ഉണ്ടെന്നുള്ള രീതിക്ക് വരെ പറഞ്ഞിട്ടുണ്ട് ഷൈനിക്ക്. അത്തരത്തിൽ വരെ മാനസികമായിട്ട് അവരെ തളർത്തിയിട്ടുണ്ട്. പക്ഷെ അവരൊന്ന് ആലോചിക്കണം, അവരുടെ 2 പെൺകുട്ടികളും
വേറൊരു മകനും കൂടെ ഉണ്ട്. ഈ 3 മക്കളെയും കൂടെ നോക്കുക എന്നുള്ളത് ഈ ഒരു സ്ത്രീയുടെ ഉത്തരവാദിത്വമാണ്. എന്നാൽ ഇവരുടെ ഹസ്ബൻഡിന് ഒരു ഉത്തരവാദിത്വവും ഇവരുടെ മക്കളുടെ കാര്യത്തിലാണെങ്കിൽ ഈ മരിക്കുന്നതിൻ്റെ തലേദിവസം പോലും അവർ ഹസ്ബൻഡ് വീട്ടിൽ ചെന്ന് വഴക്കുണ്ടാക്കി, ഈ മക്കളുടെ മുമ്പിൽ കടന്ന് വഴക്കുണ്ടാക്കി. എന്ന് വെച്ചാൽ ഒരു വിധത്തിലും ജീവിക്കാൻ അനുവദിക്കത്തില്ലെന്നുള്ള രീതിക്കുള്ള വർത്തമാനങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഇങ്ങനെ ഒരു അപകടം ഉണ്ടായതിനു ശേഷവും ഈ പറഞ്ഞ നോബി വളരെ സന്തോഷത്തോടു കൂടിയിരിക്കുന്ന, പലയിടത്തും വീട്ടിലിരുന്ന് സംസാരിക്കുന്നതൊക്കെ അയൽവാസികളൊക്കെ കേട്ടതായിട്ടും ഒക്കെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയായിരുന്നു സംസ്കാര ചടങ്ങിൽ ആംബുലൻസിൽ ഈ ഇവരുടെ മൃതദേഹങ്ങൾ കൊണ്ടുവന്നപ്പോൾ നോബി അത് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട്, അതായത് ആംബുലൻസിൽ നിന്ന് പുറത്തേക്ക് എടുക്കാൻ നേരത്ത് അവിടെ വൻ ജനപ്രതിഷേധമായിരുന്നു നടന്നത്. ആളുകളുടെ പോലീസിന്റെ ഒരു പോലീസ് സന്നാഹമാണ് അത് തടഞ്ഞത്. ആ ഒരു പ്രതിഷേധം വലിയൊരു അപകടങ്ങളിലേക്കൊന്നും എത്താതിരിക്കാൻ വേണ്ടിയിട്ട്. കാര്യം ഇത്രത്തോളം ഒരു സ്ത്രീയെ മാനസികമായിട്ട് ദ്രോഹിച്ച ഒരാളെ കാണുമ്പോൾ എന്തായാലും പ്രതികരിക്കാൻ വേണ്ടി തോന്നും. എന്തിനാണ് ഒരുപാട് പേര് അയൽവാസികളായിട്ടുള്ള അമ്മമാരും ഒക്കെ ഒരുപാട് പേര് പ്രതികരിക്കുന്നുണ്ട്, എന്തിനായിരുന്നു ഇത്രയും ക്രൂരത ചെയ്തത്. കാര്യം ഒരു പെണ്ണിന് താങ്ങാൻ പറ്റുന്നതിന് അപ്പുറത്തായിരുന്നു. അപ്പം അതൊക്കെ ഇതിനകത്ത് ഈ ഒരു വിഷയത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇപ്പം എന്തായാലും നോബിക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിട്ടുണ്ട്. പക്ഷെ നോബിക്ക് പിന്നാലെ ഒരുപാട് പേര് ഇതിന്റെ വരുന്നുണ്ട്. ഫാമിലിയൊക്കെ ആണെങ്കിലും ഉറപ്പായിട്ടും ഇതിനകത്ത് പെടേണ്ടവരാണ്. അത് തീർച്ചയായിട്ടും. കാരണം ഷൈനിക്ക് ജോലിയുടെ ഇന്റർവ്യൂ കിട്ടി ജോയിൻ ചെയ്യാൻ ചെല്ലുമ്പോൾ ജോലി ഇല്ല എന്നൊക്കെ പറയുന്ന ഒരു അവസരം, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവണമെങ്കിൽ വലിയ പുറത്ത് ഒരു പള്ളിയിലാണ്, ഇംഗ്ലീഷ് പറയുന്ന ഒരു പള്ളിയിൽ തന്നെയാണ്. അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ലോയൊക്കെ പഠിച്ച ഒരാളാണ്. അപ്പൊ അവര് മാനസികമായിട്ട് ഈ ഷൈനിയെ എന്നും ഈ ഒരു വിഷയത്തിൽ പീഡിപ്പിക്കുമായിരുന്നു. മാനസിക പീഡനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുമല്ലോ, അങ്ങനെ ചെയ്താ ഇങ്ങനെ ചെയ്താ. ഇപ്പം എന്നാൽ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ കുട്ടികളാണ് ഇവരെന്നുള്ളൊരു പരിഗണന പോലും അവിടെ കൊടുത്തിട്ടില്ല. ഷൈനി ഇത്രത്തോളം കഷ്ടപ്പെടുന്നത് എന്നാൽ എൻ്റെ സഹോദരന്റെ മക്കളാണല്ലോ അവർക്കും കൂടെ വേണ്ടിയിട്ടാണല്ലോ എന്നുള്ളൊരു പരിഗണന പോലും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. അപ്പം അതൊക്കെ ഒരു വളരെ ക്രൂരമായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. ഇനി ഒന്നും വേണ്ട, ഷൈനിയോട് വെറുപ്പുണ്ടെങ്കിൽ തന്നെ ആ മക്കളെ പോലും ഓർക്കാനുള്ള മാനസിക ഒരു അത്രത്തോളം അലിവ് പോലും അവർക്കൊന്നും ഇല്ലായിരുന്നെങ്കിൽ പിന്നെ ഇവരെയൊക്കെ ഈ നോബിക്ക് പിന്നാലെ ഒരുപാട് പേര് ഇനിയും ഈ ഒരു കേസിൽ വരും തന്നെ ഉറപ്പിക്കാം. അതെ, ഒരുപാട് പേര് മറിഞ്ഞിരിക്കുന്നുണ്ട്. അവരുടെയൊക്കെ അവർ ആരാണ്, എന്താണ്, എന്തിനിങ്ങനെ ചെയ്തു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പുറത്തു വരേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഒരുപാട് അവർ സ്ട്രഗിൾ ചെയ്ത് നിൽക്കാൻ ശ്രമിച്ചതായിരുന്നു. ഒട്ടും പറ്റാതെ വന്നപ്പോഴാണ് ഇത്തരത്തിലൊരു കടുങ്കൈ ചെയ്യേണ്ടി വന്നത്. തൻ്റെ 2 മക്കളെയും കൂട്ടി ഇത്തരത്തിലൊരു കടുങ്കൈ, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകേണ്ടി വന്ന ആ ഒരു സാഹചര്യം അപ്പോഴവരുടെ മനസ്സിലേക്ക് എന്തൊക്കെ പോയിട്ടുണ്ടാവും. ആ ഒരു റെയിൽവേ ട്രാക്കിൽ നിൽക്കുമ്പോൾ ഇനി ഒട്ടും പറ്റില്ല എന്ന് തോന്നിയിട്ടാവണം ഇങ്ങനെ ഒരെണ്ണം ചെയ്തിട്ടുണ്ടാവുക. നമ്മൾ അത് നോക്കുമ്പോൾ ഈ ലോക്കോ പൈലറ്റ് പറയുന്നുണ്ട് ഒരുപാട് ഹോൺ അടിച്ചിട്ടും അവർ മാറിയില്ല എന്ന്. അതിനുശേഷം അപ്പോൾ തന്നെ ഇൻഫോം ചെയ്തു, പിന്നീട് പോലീസൊക്കെ വന്നു. അവരുടെ മനസ്സിന്റെ ആ ഒരു ഇത് ആലോചിക്കണം. എന്ത് വന്നാലും മരിക്കണം എന്ന് തന്നെ വിചാരിച്ച പള്ളിയിലേക്ക് എന്നുള്ള രീതിക്ക് ഇറങ്ങിയതല്ലേ വീട്ടിൽ നിന്ന് രാവിലെ 5:30 ഒരു ദിവസം രാവിലെ, അതിന്റെ തലേദിവസമാണെന്ന് തോന്നുന്നു ഹസ്ബൻഡ് വന്ന് വഴക്കുണ്ടാക്കിയത്. അപ്പം പിറ്റേന്ന് വെളുപ്പിന് 5:30 മക്കളെയും കൂട്ടി പള്ളിയിലേക്ക് എന്ന് പറഞ്ഞിറങ്ങി. അവിടെ അപ്പോൾ പോയതെന്താ, റെയിൽവേ ട്രാക്കിൽ അവസാനമായിരുന്നു അത്. ഒരുപാട് കൃഷി വരെയും ചെയ്ത് വാഴക്കുലയൊക്കെ ചുമന്നുകൊണ്ട് വിറ്റ് പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടിയൊക്കെ ഒരുപാട് ഉപജീവനത്തിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്, അലഞ്ഞു തിരിഞ്ഞ് നടന്നു എന്ന് തന്നെ പറയാം. പലരുടെയും എടുത്ത് ഒരുപാട് അന്വേഷിച്ചിട്ടുണ്ട്, ഏജൻസികളാണെങ്കിലും അറിയാവുന്നവരുമൊക്കെ ആയിട്ട്. UK പോകാനുള്ള കാര്യങ്ങൾ ഏകദേശം ശരിയായി വന്നപ്പോൾ വീണ്ടും ഒരു സാമ്പത്തിക ബാധ്യത അതും എടുത്ത് ഷൈനിയുടെ തലയിൽ വെച്ചു. അങ്ങനെ ഒരുപാട് 4 വശത്തൊന്നും അതിനെ ഉപദ്രവിക്കുകയായിരുന്നു. പക്ഷെ ഇതിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ടും എന്തുകൊണ്ട് ജോലി കിട്ടിയില്ല എന്ന് പറയുന്നൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അതെന്തുകൊണ്ട് കിട്ടിയില്ല? അതിന് നമ്മുടെ സൊസൈറ്റിയും ഒരു കാരണക്കാരൻ തന്നെയാണ്. പിന്നീട് ഇനി അടുത്ത നടപടി എന്തായിരിക്കും എന്നതും അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് നിലനിൽക്കുകയാണ്. ഈ ഒരു കുറ്റവാളികൾ ആരാണെങ്കിലും അവർക്കെതിരെ കടുത്ത ശിക്ഷ കൊടുക്കുമോ നമ്മുടെ സർക്കാർ? പക്ഷേ ഇത്രയുമൊക്കെ സ്വാധീനങ്ങളുള്ളവർക്ക്, ഇപ്പോൾ ഷൈനി പല ഹോസ്പിറ്റലിന്റെ വാതിലുകൾ ചെന്ന് മുട്ടിയപ്പോഴും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കിട്ടിയിട്ട് അവസാനം ജോയിൻ ചെയ്യുന്ന ദിവസങ്ങളിൽ വേണ്ടാന്നുള്ള രീതിക്ക് വരുമ്പോൾ ഇനി ഈ കേസിന്റെ ബാലൻസ് എന്താണെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും. കാര്യം ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി നോബിക്കെതിരെ, പക്ഷെ അവർക്ക് സിമ്പിൾ ആയിട്ട് ഇറങ്ങി പോകാൻ പറ്റും, സ്വാധീനമുള്ളത്. ഇത് എത്ര ദിവസം ഈ കേസ് നിലനിൽക്കുമെന്നതും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ചിലപ്പോൾ 2-3 ദിവസം കഴിഞ്ഞ് എല്ലാവരും മറക്കും, പക്ഷെ അങ്ങനെ മറക്കാൻ പാടില്ല. ഇതൊരു വളരെ ഒരു വലിയൊരു കേസാണിത്. ഇതിനെ അത്രയും പ്രാധാന്യത്തോടെ വേണം കാണുവാൻ. അതിനെ അത്രയും പ്രാധാന്യത്തോടെ അതിൻ്റെ നിയമമായാലും എല്ലാ ശിക്ഷയും കൊടുത്തുകൊണ്ട് തന്നെ, കടുത്ത ശിക്ഷ കൊടുത്തുകൊണ്ട് തന്നെ ഇതിനൊരു
ഇതിനെ ഒരു മാതൃകയാക്കണം, ഈ ഒരു കേസിന് അങ്ങനെയുള്ള ശിക്ഷ കൊടുത്ത് മാതൃകയാവണം. നമ്മുടെ നാട്ടിൽ ഉണ്ടാവരുത്. അതെ, കാര്യം ഓരോ ദിവസവും സ്ത്രീകൾ അനുഭവിക്കുന്ന ഓരോ പ്രശ്നങ്ങൾ, സ്ത്രീകളെ മാത്രമല്ല പുരുഷന്മാരും അനുഭവിക്കുന്നുണ്ട് പല രീതിക്ക് പീഡനങ്ങൾ. പക്ഷേ ഈ ഒരു കേസിലെന്ന് പറഞ്ഞാൽ ഷൈനി മരിക്കാൻ ഇതിന് മുമ്പും പലവട്ടം ഇതുപോലെ ദുരിതങ്ങൾ അനുഭവിച്ചപ്പോഴും മരിക്കണം എന്നുള്ളൊരു ചിന്ത ഷൈനിക്കില്ലായിരുന്നു. ഈ അവസാന നിമിഷം ഒരു വിധത്തിലും മാർഗമില്ല എന്ന് തോന്നി. ഇപ്പോൾ സ്വന്തം വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് പോലും അത്ര നല്ല രീതിക്കുള്ള പ്രതികരണങ്ങളൊന്നും ഇല്ലാതെ വന്നെന്നുള്ള രീതിക്കാണ് അറിയാൻ പറ്റുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പ്രതികരണം കൂടി ആയപ്പോൾ പിന്നെ വേറൊരു ഓപ്ഷൻ ഇല്ല, ഇനി മരണം തന്നെയാണ് നല്ലതെന്നുള്ള രീതിക്കായിരുന്നു ഷൈനി ചിന്തിച്ചത്. അങ്ങനെയാണ് സ്വന്തം മക്കളെ എന്നാൽ നമ്മൾ ചിന്തിക്കും, നമ്മുടെ മക്കളെ എങ്ങനെ ഇത്രയും വേദന തിന്ന് മരിക്കാനുള്ള ഒരു അവസരം. അപ്പം അതുപോലും ചിന്തിക്കാതെ വേണ്ട, എൻ്റെ കൂട്ടത്തിൽ തന്നെ അവർ പോന്നോട്ടെ എന്നുള്ളൊരു മൈൻഡല്ലായിരുന്നു. കാര്യം ഷൈനി അനുഭവിച്ച വേദന എത്രത്തോളം ഉണ്ടെന്ന് ഷൈനിക്ക് മാത്രം അറിയുന്ന കാര്യമാണ്. ഇനിയിപ്പോൾ ഈ മക്കളോട് പോലും അവർ പരിഗണന ഈ പറഞ്ഞ ഷൈനിയുടെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരാണെങ്കിൽ കൂടി കാണിച്ചിട്ടില്ലെന്നുള്ളതും ഉറപ്പാണ്. സ്വന്തം എന്നാൽ ഷൈനിയുടെ വീട്ടുകാരിലും അത്രത്തോളം സ്നേഹം കാണിച്ചിട്ടുണ്ടെങ്കിൽ മക്കളെങ്കിലും മാറ്റി നിർത്തിയിട്ട് ആത്മഹത്യ ചെയ്തേനെ ഒരു പക്ഷേ അതും ഇവിടെ സംഭവിച്ചിട്ടില്ല. മക്കളെയും കൂട്ടിയാണ് ആത്മഹത്യ ചെയ്തത്. അപ്പോൾ എനിക്കത് ഈ ഒരു വിഷയത്തിൽ ഏത് രീതിക്കാണ് ഇനി ഇതിൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നതെന്ന് അറിയത്തില്ല. നിർണായകമായിട്ടുള്ളൊരു നല്ലൊരു ഇത് മുഴുവനായിട്ട് ഇത് എടുക്കേണ്ട ഒരു കേസാണ്. കാര്യം ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പേരുണ്ട്, ഫാമിലി ഉണ്ട്. ഒന്ന് നോബിയുടെ ഫാമിലി, അതിനകത്ത് ഒരുപാട് പേരുണ്ട്. നോബിയുടെ സഹോദരൻ, ആ സഹോദരനെയൊക്കെ നാട്ടുകാർ ഒരുപാട് വിമർശിക്കുന്നുണ്ട്. ഒരു വൈദികൻ എന്ന നിലയ്ക്ക് അദ്ദേഹം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഈ ഷൈനിയോട് ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനൊക്കെ കൃത്യമായിട്ടുള്ളൊരു അന്വേഷണം നടക്കട്ടെ എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ തോന്നുന്നത്. തീർച്ചയായിട്ടും. അപ്പം കടുത്ത ശിക്ഷ തന്നെ ആ പ്രതികൾക്ക് ലഭിക്കട്ടെ. എന്താണ് സാഹചര്യം, എന്തിനായിരുന്നു ഇത്തരത്തിൽ അവരെ ഒരു മരണത്തിലേക്ക് തള്ളിവിട്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൃത്യമായ രീതിയിൽ തന്നെ അന്വേഷണം നടത്തി അതിനുള്ള ഒരു പ്രതികളെ കണ്ടുപിടിച്ച് കടുത്ത ശിക്ഷ തന്നെ നൽകാൻ സാധിക്കട്ടെ.